ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ബസ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളുമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബസ്സിനെ കുറിച്ച് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാം. ബസ് ഞാൻ ആളിനെ ഒന്ന് ഇറക്കിയിട്ട് ഞാനൊന്ന് കാണിക്കാം. ഗൈസ്, എന്നിട്ട് ഞാനായി ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിക്കാം. ഗൈസ്, ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അത്യാവശ്യം നല്ല വണ്ടിയും കാര്യങ്ങളുമാണ്. സെഡാസ്ട്രയാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ട്രാവലേഴ്സ് എന്നാണ്. നമ്മൾ ഇന്നലെയാണ് അങ്ങോട്ട് ബസ് എടുത്തത്. പിന്നെ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ ലിപ്പ് നമുക്ക് താഴോട്ട് ഇടുകയാണെങ്കിൽ ലിപ്പ് അത്യാവശ്യം നല്ല ലിപ്പാണ്. പിന്നെ ഒരു സൈഡിലൊരു ലൈറ്റ്, പിന്നെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ എടുത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ പുതിയത് വെക്കണം. പിന്നെ വൈപ്പർ, പിന്നെ അകത്തൊരു ഹാക്കറിൻ്റെ മാസ്ക്, പിന്നെ ഈ ഗ്ലാസ്സിൽ സൈഡിൽ ലൈറ്റ്, അത് താഴോട്ടും മേപ്പോട്ട് പോകുന്നു. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടെക്സ്റ്റിനകത്ത് കെട്ടുന്ന പാനൽ ലൈറ്റാണ്. അതൊരു നല്ല വണ്ടിയാണ്. പിന്നെ നമ്മുടെ അകത്തെ ആ ഡോറിന്, ആ മരം കണക്കിരിക്കുന്ന ഡോറിന് നല്ലൊരു ലൈറ്റാണ്. അത് LED പോലത്തെയാണ്. പിന്നെ നമ്മുടെ അകത്ത്, അതൊക്കെ ഞാൻ അവസാനം അകത്ത് കയറി കാണിക്കാം. പിന്നെ ബസ്സിൻ്റെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ, സൈഡിൽ ടയറിനകത്തോട്ട് പോവുകയാണെങ്കിൽ നല്ല ഒരു ടയറാണ്. ടയർ തന്നെയാണ്. ടയർ നേരത്തെ തന്നെയാണ്, അവർ മാറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഒരു മഡ് ഗാർഡ്, സൈഡിലെ ലൈറ്റ് കാര്യങ്ങളും. അകത്തോട്ടൊക്കെ നമുക്ക് അവസാനം പോവാം. അതുപോലെ ബാക്കിലത്തെ ഫ്രണ്ടിലത്തെയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ബാക്കിലത്തെ ടയറിൻ്റെ ലൈറ്റ് വേറെയാണ്. പിന്നെ അതിന് മഡ് ഗാർഡ്. പിന്നെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഈ ഫ്ലാഗ് പോലെ കിടക്കുന്ന സംഭവത്തിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. പിന്നെ ബാക്കിൽ ഒരു ട്രാവൽ ലൈറ്റ്സ് എന്ന് എഴുതിയിട്ട് പ്രകാശ് ബോഡി കോഡിൻ്റെ ഒരു സിമ്പല്, പിന്നെ ഒരു മാർണസ് കോമ്പസും, പിന്നെ കുറേ പടങ്ങളുള്ള ഒരിത്. പിന്നെ ബാക്കിൽ ലിപ്പുണ്ട്. ബാക്കിൽ ചെറുതായിട്ടൊരു ലിപ്പ് കൊടുത്തേക്കുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എന്നാലും നമ്മൾ ഇതിനകത്ത് വേറെ ലിവറിയും കാര്യങ്ങളും നോക്കുന്നുണ്ട്. നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോവുക. പിന്നെ സൈഡിൽ ലൈറ്റ് ഇതും കൊള്ളാം. പിന്നെ അവസാനം താഴെ ഒരു പച്ച ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്കിനി അകത്തോട്ട് പോവാം. നമുക്കകത്തോട്ട് പോയി കയറാം. അപ്പോൾ ഗൈസ്, അകത്തെന്ന് വെച്ചാൽ എനിക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളിതിനകം ഡോറ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഡോറ് തുറക്കും. പിന്നെ 2 കറങ്ങുന്ന ലൈറ്റ് അകത്തുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ട്. പിന്നെ മറ്റേ LED തിളങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ അകത്ത് കാരിയറിനകത്തുണ്ട്. പിന്നെ ഇത്രയൊക്കെയുള്ള ഇതിൻ്റെ പ്രത്യേകത. അത്യാവശ്യം നല്ല മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളി നമുക്ക് മോഡിഫിക്കേഷനും കാര്യങ്ങളും ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഇത് ഫുൾ സീറ്ററിൻ്റെ സെഡാസ്ട്രയാണ്. പിന്നെ നമ്മുടെ സൈഡിൽ വിൻഡോയുടെ മേളിലുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈപ്പർ ഇടുമ്പോഴാണ്. പിന്നെ ഈ ലൈറ്റ് ഉണ്ടോ. പിന്നെ നമ്മുടെ മേളത്തെ ലൈറ്റ്, ഈ ലൈറ്റ് പാനൽ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു, ഈ ടെക്സ്റ്റ് ലൈറ്റ് പാനൽ. പിന്നെ നമ്മുടെ അകത്ത് വെള്ളം കുടിക്കുന്ന ഫ്രിഡ്ജും കാര്യങ്ങളും, പിന്നെ വെള്ളം കൊണ്ടുവരുന്ന കുപ്പി കാര്യങ്ങളും. പിന്നെ അകത്ത് കണ്ടോ ലേസർ. അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കാണിക്കുന്നത്. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ ഇതിനകത്തേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഒരു കൊന്തയുണ്ട്, ഒരു ഗിയറുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീലിനകത്തൊരു
നമ്മുടെ ബസ്സിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്, അശോക് ലേലാൻഡിൻ്റെ വണ്ടിയാണത്. അതുകൊണ്ടാണ് അവിടെ. പിന്നെ ഒരു കൊടിയും, അമേരിക്കൻ കൊടിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ ഇരിക്കുന്ന സ്ഥലത്ത് 2-3-4 ഡിസൈൻസ് ഉള്ള ഒരു തുണി പോലത്തെ അതിൻ്റെ സംഭവം ഒന്നും ഇതിലൂടെ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെന്തായാലും ആർക്കും ഇഷ്ടപ്പെടാതെ ഇരിക്കത്തില്ല, കാരണം നറുക്കിടിലും ഒരു സെഡാസ്ട്രയാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കാര്യങ്ങളെന്ന് പറഞ്ഞാലല്ല. ഞാൻ ഇന്നത്തേക്ക് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ തുടർന്നുള്ള ട്രിപ്പും കല്യാണം കാര്യങ്ങളും ഒക്കെ തുടർന്നുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ടാണ്. ബൈ.